ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ, യഹോവ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം പകരുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം പകരുകയും ചെയ്യുന്ന ഒരു ദൈവം. രാവിലെ സമയം ഈ സർവശക്തിയുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വിധങ്ങളായ കഷ്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുന്നു. മാനസികമായി നമ്മെ തളർത്തിക്കളയുന്ന അനവധി അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു. ശാരീരികമായി നാം ക്ഷീണിതരായിത്തീരുന്നു. എന്തൊന്നിനാലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ വഴി തടസ്സപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് രാവിലെ സമയം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തനോട് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, ബലമില്ലാത്തവന് ബലം പകരുകയും ശക്തിയില്ലാത്തവന് ശക്തി പകരുകയും ചെയ്യുന്ന ഒരു ദൈവം. ക്ഷീണിച്ചിരിക്കുന്നവനെ താങ്ങുന്നവനായ ദൈവം. യഹോവയായ ദൈവം നമ്മോട് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുക എന്നുള്ള ഒരു വിഷയമാണ് പലപ്പോഴും നമ്മെ ക്ഷീണിതരാക്കി തീർക്കുന്നത്. നാം പറയുന്ന നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ കൃത്യമായ സമയം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചു വച്ചിരിക്കുന്ന ടൈം, ദൈവത്തിൻ്റെ കൃത്യമായൊരു സമയം. അതാണ് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലനായ പത്രോസ് പറയും, തക്ക സമയത്ത് ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈകളിൽ താണിരിക്കണം. ബലമുള്ള കൈകളിൽ താണിരിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും കഴിയാതെ വരുമ്പോൾ നാം ക്ഷീണിതരും അശക്തരും ബലഹീനരുമായി മാറുന്ന അനുഭവങ്ങൾ. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവരുടെ മക്കൾക്കും ശരണമുണ്ടാകും. ആകയാൽ ഒരു നാളും ക്ഷീണിച്ചു പോകുവാൻ ഇടയാകാതെ വണ്ണം, ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ ഉറയ്ക്കണം. അവനിൽ വേരൂന്നി വളരുന്ന ഒരു ഭക്തൻ ക്ഷീണിതനായി തിരുവാൻ ദൈവം സമ്മതിക്കയില്ല. പലപ്പോഴും ധൈര്യഹീനമെന്ന് തോന്നുന്ന മേഖലകളിൽ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ അയച്ച് അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും അതേ തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. രാവിലെ സമയം ബലഹീനമെന്ന് തോന്നുന്ന മേഖലയെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് കൊടുക്കാമോ? സങ്കടവും കഷ്ടവുമാണ്, എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന മേഖല, ആത്മീയ ജീവിതത്തിൻ്റെ തളർച്ച, പലവിധമായ മനുഷ്യരുടെ അതേ വാക്കുകൾ കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടോ തകർന്നുപോയ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് രാവിലെ സമയം പറയുന്നു, ക്ഷീണിച്ചു പോകരുതേ. യഹോവയായ ദൈവം നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്ന ദൈവമാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. തൻ്റെ അദൃശ്യകരങ്ങളാൽ നാം അറിയാതെ നമ്മെ നടത്തുന്നവനായ നമ്മുടെ ദൈവമാണ്. കർത്താവിനെ മാത്രം കാത്തിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കാത്തിരിപ്പാൻ കഴിയാതെ യെശയ്യാ പ്രവാചകൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, അതേ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകായിപ്പോയിട്ടുണ്ടോ? യഹോവയുടെ കരം ഒരു നാളും കുറുകിപ്പോകുന്ന കരമല്ല. യഹോവയുടെ കരം എല്ലാ കാലത്തും, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവനൊരു നാളും അവൻ്റെ ശക്തിയെ കുറച്ചു കളയുന്ന, ക്ഷീണിച്ചു പോകുന്ന ദൈവമല്ല. മാത്രവുമല്ല, തന്നെ ആരാധിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നെ സേവിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ യഹോവയായ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, വലിയവ ചെയ്യുന്ന ദൈവമാണ്, അറിയാത്ത വഴികളിൽ നടത്തുന്ന ദൈവമാണ്. രാവിലെ സമയം ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായും സമർപ്പിക്കാമോ? ക്രിസ്തു നമ്മുടെ നായകനായെങ്കിൽ, കാൽവറിയിൽ നമുക്ക് വേണ്ടി സഹിച്ച ആ വലിയ ദൈവസ്നേഹം, ആ സ്നേഹത്തിനുള്ളിൽ സകലതുമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോക ജീവിതത്തിലെ സങ്കടങ്ങളും കഷ്ടങ്ങളും തീർക്കുവാനുള്ളതായ ഒരു ശക്തിയുടെ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ സഹിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, അതേ ബലമില്ലാത്തവരെ പോലെ ആയി പോകരുത്. യഹോവയായ ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും നമ്മുടെ ആശ്രയവും നമ്മുടെ കോട്ടയുമാകുന്നു. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും, തൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് അവൻ നമ്മെ താങ്ങും. യഹോവയിൽ ആശ്രയിക്കുക, അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.